إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞയാഴ്ച ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ, നമ്മുടെ ഉമ്മമാരിൽ ഒന്നാമത്തെ ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് നമ്മൾ വിശദീകരിച്ചത്. ഖദീജ റളിയല്ലാഹു അൻഹ, അവരുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നിലക്കും വലിയ പ്രയാസവും വിഷമവും ഉണ്ടാക്കിയ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും നൽകിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മരണവും ഏതാണ്ട് അടുത്തടുത്തായാണ് സംഭവിച്ചത്. ഈ രണ്ട് മരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ
ദുഃഖം അത് ചില്ലറയൊന്നും ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയിരുന്നു. പിൽക്കാലത്ത് ചരിത്രകാരന്മാർ അതിന് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിലാണ് പിൽക്കാല ചരിത്രത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ആ ഒരു വേദനാജനകമായ ആ ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബിമാരോ താബഈങ്ങളോ അതുപോലെ തന്നെ അയിമ്മത്തുകളിൽപ്പെട്ട ആരും തന്നെയും അങ്ങനെ ഒരു പേര് അതിനെ വിശേഷിപ്പിച്ചതായി കൊണ്ട് നമുക്ക് കാണാനും സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായിരുന്നാലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വിവാഹം കഴിക്കുന്നത് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹയെയാണ്. സൗദ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് സക്രാൻ ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവാണ് അവരെ വിവാഹം ചെയ്തിരുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച് നബുവത്ത് ലഭിച്ചതിന് ശേഷം ഒറ്റയും തെറ്റയുമായി അവിടെയും ഇവിടെയും ഒക്കെ ആയിക്കൊണ്ട് പലരും ഏതാനും ചിലരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിരുന്നു. ആ വിശ്വസിച്ച ആളുകൾക്കൊന്നും തന്നെ യാതൊരു നിലക്കുമുള്ള സ്വസ്ഥതയും സമാധാനവും മക്കയിൽ ലഭിച്ചിരുന്നില്ല. ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അക്രമങ്ങളും മർദ്ദനങ്ങൾക്കും ആ പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും ഇരയായിരുന്നു. നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ഹബശയിലേക്ക്, അബിസീനിയയിലേക്ക്, ഇന്ന് എത്യോപ്യ എന്ന് അറിയപ്പെടുന്ന നാട്ടിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അങ്ങനെ പലരും അവിടേക്ക് ഹിജ്റ പോയി. ആ കൂട്ടത്തിൽ മഹദിയായ സൗദ റളിയല്ലാഹു അൻഹയും ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. പിന്നീടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരന്മാരും അതുപോലെ തന്നെ എല്ലാ നിലക്കും മക്കയിൽ അറിയപ്പെട്ടിരുന്ന ശക്തരുമായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നീട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഒരു ചെറിയൊരു ആശ്വാസവും ആത്മധൈര്യവും ലഭിച്ചു. അങ്ങനെ ഹബശയിലെത്തിയ സൗദ റളിയല്ലാഹു അൻഹയും സക്രാൻ റളിയല്ലാഹു അൻഹുവും മക്കയിലേക്ക് തന്നെ തിരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പോ യാത്രയിലോ ആയിക്കൊണ്ട് സക്രാൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ ആദർശം മക്കയിൽ പ്രഖ്യാപിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ ദഅവത്ത് നടത്തുകയും ചെയ്തപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ സഹാബിമാരും സഹാബ വനിതകളും ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് അവർ വലത്തോട്ടും ഇടത്തോട്ടും നോക്കിയില്ല. അവർക്ക് എന്തെങ്കിലും നാശങ്ങളോ ഏതെങ്കിലും നിലക്കുള്ള രൂപത്തിലുള്ള പ്രയാസങ്ങളോ നേരിടേണ്ടി വരുന്നതിനെ കുറിച്ചൊന്നും യാതൊരു നിലക്കും ഭയപ്പാടവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലാക്കിയ ആ സത്യം അവർ സ്വീകരിച്ചു. അതിൽപ്പെട്ടവരായിരുന്നു സൗദ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ സക്രാൻ റളിയല്ലാഹു അൻഹുവും. ഇരുവരുടെയും കുടുംബം അവർക്ക് പൂർണ്ണമായ എതിരും ആയിരുന്നു. എല്ലാ നിലക്കും ഒറ്റപ്പെട്ടവരായിരുന്നു സൗദ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ സക്രാൻ റളിയല്ലാഹു അൻഹുവും. അങ്ങനെ ഭർത്താവ് മരണപ്പെട്ട വിഷമം സൗദ റളിയല്ലാഹു അൻഹുണ്ട്. ഇനി മക്കയിലേക്ക് തിരിച്ചെത്തിയാലോ, മക്കയിൽ ആര് സ്വീകരിക്കും, ആര് അഭയം കൊടുക്കും? സൗദ റളിയല്ലാഹു അൻഹയുടെ കുടുംബവും സൗദ റളിയല്ലാഹു അൻഹയ്ക്കെതിരാണ്, ഭർത്താവിന്റെ കുടുംബവും സൗദ റളിയല്ലാഹു അൻഹയ്ക്കെതിരാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വല്ലാത്ത ഒരു സന്ദർഭമാണ്
നമ്മളൊക്കെ പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ പല കാര്യങ്ങളും സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കുകയും അതാണ് ശരി എന്ന് ഉൾക്കൊണ്ടാൽ പോലും നമ്മൾ പലതിന്റെയും കാരണം പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ അങ്ങനെയായിരുന്നില്ല. അവർക്ക് സത്യം ബോധ്യപ്പെട്ടാൽ, സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അവർ കുടുംബം എതിർക്കുമോ, കൂട്ടുകാരെതിർക്കുമോ, നാട്ടുകാരെതിർക്കുമോ, അതല്ലെങ്കിൽ മറ്റു വല്ല ഭൗതികമായ നഷ്ടങ്ങളും ഭൗതികമായ എന്തെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളും നേരിടേണ്ടി വരുമോ എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ആവലാതിയും വേവലാതിയും അവർക്കുണ്ടായിരുന്നില്ല. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കാൻ അവർ സന്നദ്ധരായിരുന്നു എന്നതാണ് സ്വഹാബിമാരെ നമ്മളിൽ നിന്നും വേർതിരിക്കുന്ന വലിയ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സൗദ റളിയല്ലാഹു അൻഹ നാട്ടിലെത്തി, മക്കയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ സൗദ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹ ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അങ്ങനെ ജാഅത് ഹൗല ബിൻത് ഹകീം ഇംറഅതു ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹൗല റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തസവ്വജ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിവാഹം കഴിക്കുന്നില്ലേ? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമൻ, ഞാൻ ആരെയാണ് വിവാഹം കഴിക്കുക? അവര് പറഞ്ഞു, ഇൻ ശിഅത ബിക്റ വ ഇൻ ശിഅത സയ്യിബ, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കന്യകയായ ആളുകളുണ്ട്, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അതല്ല, വിധവകളായവരുമുണ്ട്, അവരെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ആരെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് ഹൗല റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഹൗല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, മനിൽ ബക്കർ, ആരാണ് ഈ കന്യക? അതുപോലെ തന്നെ ആരാണ് ഈ വിധവ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗല റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അവര് പറഞ്ഞു, അൽ ബിഖർ, കന്യക ആയിഷ ബിൻത് അബീ ബക്കർ, ആയിഷയാണ് നബിയെ. അതുപോലെ തന്നെ ഫസൗദാ ബിൻത് സംആ, അവര് വിധവയാകട്ടെ അത് സൗദയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹൗല റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പറയുകയാണ്, ഹൗല റളിയല്ലാഹു അൻഹ, നബിയെ, സൗദ ആരാണ്? ഖദ് ആമനത് ബിക, അവര് അങ്ങയെ വിശ്വസിച്ച സ്ത്രീയാണ്. അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശവുമായി കൊണ്ട് മക്കയിൽ വന്നപ്പോ അങ്ങയിൽ വിശ്വസിച്ചവരാണ് നബിയെ സൗദ. അതുപോലെ തന്നെ വത്തബഅതുക, അങ്ങയെ പിന്തുടർന്നവരുമാണ്. അങ്ങയെ പിന്തുടർന്ന, അങ്ങയിൽ വിശ്വസിച്ച മഹദിയാണ് നബിയെ സൗദ റളിയല്ലാഹു അൻഹ എന്ന് ഹൗല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്കുർനി അലൈഹിമാ, ഇരുവരോടും എന്നെപ്പറ്റി അവരോട് പറയുക, അവരോട് അന്വേഷിച്ചു നോക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സൗദ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹബന്ധം നടക്കുകയാണ്. ആ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അബ്ദ് ബിൻ സംആ. അദ്ദേഹം അന്ന് മുശ്രിക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗദ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോ വെറുപ്പ് കൊണ്ടും ഈർഷ്യത കൊണ്ടും സഹോദരനായ അബ്ദിന് അത് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഫജഅല യഹ്തു അലാ റഅസിഹി തുറാബ്, ദേഷ്യം കൊണ്ട് മണ്ണ് വാരി തലയിലേക്ക് എറിഞ്ഞു. അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇടുകയാണ് ദേഷ്യം കൊണ്ട്. അങ്ങനെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി ലസഫീഹുൻ യൗമ അഹ്ഫി അലാ റഅസി തുറാബ അൻ തസവ്വജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദാ, സൗദയെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ദിവസത്തിൽ
ഞാൻ എന്റെ തലയിൽ മണ്ണ് വാരിയിട്ട അന്ന് ഞാനൊരു വലിയൊരു വിഡ്ഢിയായിരുന്നു, സഫീഹായിരുന്നു എന്ന് അബ്ദ് ബിൻ സംആ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് സ്മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗദ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹബന്ധം നടന്നു. സൗദ റളിയല്ലാഹു അൻഹ എല്ലാ അർത്ഥത്തിലും പ്രശംസനീയമായ ഒരു സ്ഥാനമാണ് പ്രവാചക ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അവരുടെ ഇബാദത്തുകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന മഹദിയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ദുനിയാവിന്റേതായ എല്ലാ സുഖ സൗകര്യങ്ങളോടും വിരക്തി കാണിച്ചിരുന്ന മഹദിയായിരുന്നു സൗദ റളിയല്ലാഹു അൻഹ എന്നും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി കരസ്ഥമാക്കുന്നതിൽ സൗദ റളിയല്ലാഹു അൻഹ അതീവ ശ്രദ്ധയും താല്പര്യവും കാണിച്ചിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി നേടാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ഒരിക്കലും ഒരു വിശ്വാസിയുടെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തെല്ലാം വാക്ക് കസർത്തുകളാണ് പല ആളുകളും നടത്തുന്നത് എന്ന് പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്ത്രീലംബടനായിക്കൊണ്ടും അതുപോലെ തന്നെ വികാരത്തിന്റെ ആളായിക്കൊണ്ടും ഒക്കെ ചിത്രീകരിക്കുന്ന, അതുപോലെ തന്നെ ഒരിക്കലും തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം കഴിക്കുന്നത് ഒരു വിധവയായ സ്ത്രീയാണ്, ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹയോട് വിവാഹം നടന്നിട്ടുണ്ട്. മക്കളും അവരിലുണ്ട്. അങ്ങനത്തെ ഒരു സ്ത്രീയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം രണ്ടാമത് വിവാഹം കഴിക്കുന്ന സൗദ റളിയല്ലാഹു അൻഹയും വിധവയാണ്. അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായമുള്ള ഒരു വലിയ പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സൗദ റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലമ്മാ കബറത സൗദ റളിയല്ലാഹു അൻഹ പ്രായം അങ്ങേയറ്റമെത്തിയപ്പോൾ ജഅലത് യൗമഹാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിആയിഷ റളിയല്ലാഹു അൻഹാ. സൗദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാർക്കിടയിൽ ദിവസങ്ങൾ വിഹിതം വെച്ചിരുന്നു. അപ്പോൾ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. എന്തിനാ കൊടുത്തത്? അവർക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്, നല്ല വിവേകവും ബുദ്ധിശക്തിയുമുള്ള, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ കണ്ടും കേട്ടും പകർന്ന് മനസ്സിലാക്കാനും അത് വരും തലമുറക്ക് പകർന്നു കൊടുക്കാനും കഴിവുള്ള ഒരാളാണ് ആയിഷ എന്ന് സൗദ റളിയല്ലാഹു അൻഹ തിരിച്ചറിഞ്ഞു, അത് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എന്നാണ്. എന്ത്? താൻ അങ്ങേയറ്റം പ്രായം ചെന്നല്ലോ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹമോചനം നടത്തുമോ എന്ന ഒരു ആശങ്ക സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൗദ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ജഅൽതു യൗമി മിൻക ലി ആയിഷ, എന്റെ ദിവസത്തിൽ നിന്ന് ആയിഷക്ക് കൂടെ ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സൗദ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തത് തൽതമിസു ബിദാലിക റിദാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് സൗദ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തത്. നോക്കണം നിങ്ങൾ, ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ശത്രുക്കൾ പറയുന്നത് പോലെ, ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള ആളായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഈ രൂപത്തിലുള്ള ഒരു മറുത്ത ഒരു വാക്ക്, ഒരു നെഗറ്റീവായ ഒരു വാക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.
നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ പറ്റിയൊക്കെ പലപ്പോഴും നമ്മുടെ ഭാര്യമാർ, നമ്മളുടെ ഇണകൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെല്ലാം രൂപത്തിലുള്ള വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രവാചകൻ പറഞ്ഞതെന്താ? ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ തങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ഞാനാണ് കുടുംബത്തോട് ഏറ്റവും നന്നായി ഇടപെടുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു നിലക്കുമുള്ള ചെറിയ ഒരു നെഗറ്റീവായ ഒരു കാര്യവും പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ മഹാനായ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹ പുരുഷനായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി ലഭിക്കാൻ വേണ്ടി സൗദ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നു? അവരുടെ ദിവസം വരെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകി എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് സൗദ റളിയല്ലാഹു അൻഹ വളരെ സന്തോഷപൂർവം എല്ലാ നിലക്കുമുള്ള ആനന്ദത്തോടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ജീവിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു വഫാത്തായതിനു ശേഷം സഹാബിമാര്, പ്രവാചകന്റെ മറ്റു ഭാര്യമാരൊക്കെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോ സൗദ റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. മരിക്കുന്നത് വരെ അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതിന് എന്താ നിങ്ങൾ പുറത്തിറങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന കൽപ്പനയുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത് എന്നതായിരുന്നു അവരുടെ മറുപടി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുകയും, നമുക്ക് സ്നേഹമുണ്ട്. പ്രവാചകൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വികാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ആരെങ്കിലും എന്തെങ്കിലും ആരോപണങ്ങളോ ഇല്ലാത്ത കഥകളോ പറയുകയോ അല്ലെങ്കിൽ പോസ്റ്ററായി പബ്ലിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ, വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. നമ്മൾ അതിൽ മനംനൊന്ത് പലതും അത്തരത്തിലുള്ള ശത്രുക്കൾക്കെതിരെ നമ്മളും പ്രതികരിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം തന്നെയാണ്. പക്ഷേ നമ്മുടെ സ്നേഹം പലപ്പോഴും അതിൽ മാത്രം ഒതുങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തെ എത്ര കണ്ട് ഞാനും നിങ്ങളും പിന്തുടരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെ എത്ര കണ്ട് മറ്റുള്ളവരിലേക്ക് ദഅവത്ത് നടത്തുന്ന കാര്യത്തിൽ നമ്മൾ ഊന്നൽ നൽകാറുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. സൗദ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്ത കാരണത്താൽ ശത്രുക്കൾ ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ഹബശയിലേക്ക്, അബിസീനിയയിലേക്ക് ഹിജ്റ പോകുന്നത്. നോക്കണം നിങ്ങൾ, അപ്പോഴും അവരെന്ത് ചെയ്യുന്നില്ല? ആദർശം പണയം വെക്കുന്നില്ല, ആദർശം ഒഴിവാക്കുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദർശത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, അതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിതിൽ മാതൃകയുണ്ട്, നമുക്കിതിൽ പാഠമുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും ചര്യകളും പഠിക്കാനും നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മൾ പള്ളിയിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പഠിക്കുന്ന ക്ലാസുകൾ നടക്കുന്നുണ്ട്. എത്ര ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട്? ആലോചിച്ചു നോക്കൂ. പലപ്പോഴും കുട്ടികളുടെ സാന്നിധ്യം അതിൽ കുറവാണ്, യുവാക്കളുടെ സാന്നിധ്യം അതിൽ കുറവാണ്. ഏതാനും ചില ആളുകൾ മാത്രം അതിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആർക്കോ വേണ്ടിയല്ല, നമുക്കെല്ലാവർക്കും പഠിക്കാൻ, ഈ നാട്ടിലുള്ള ഓരോരുത്തർക്കും പഠിക്കാനും അള്ളാഹുവിന്റെ റസൂലിന്റെ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ക്ലാസുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
അള്ളാഹുവിന്റെ റസൂലിനെ ശരിയായ രൂപത്തിൽ നമ്മൾ സ്നേഹിക്കുക. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ പ്രവാചക ചര്യയെ നന്നായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രവാചകന്റെ ഭാര്യമാരും സഹാബിമാരും എല്ലാം പ്രവാചകനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുകയും പ്രവാചകനെ അനുസരിക്കുകയും പ്രവാചകന്റെ മാർഗത്തെ പൂർണ്ണമായി കൊണ്ട് ഇത്തിബാ ചെയ്യുന്ന പിന്തുടരുന്ന നല്ലവരായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്ന് ഹിജ്റ വർഷം എത്രയാണ്? എത്ര പേർക്കറിയാം? 1446 വർഷമാണ്. ഹിജ്റ 1446 ഇപ്പോൾ നമ്മളുള്ളത്. മുഹറം മാസം ഇന്ന് 5 ആയി. പലപ്പോഴും മുഹറം മാസം എന്ന് പറയുന്നത് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടുന്ന ഒന്നാണ്. ശീഇകൾ കർബലയുടെ ചരിത്രത്തിന്റെ മറവിൽ ദുഃഖാചരണം നടത്തുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ പേരിൽ ദുഃഖാചരണം നടത്തുകയും അതുപോലെ തന്നെ അന്ന് ഇസ്ലാം ഒരിക്കലും തന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത പല രൂപത്തിലുള്ള പേക്കൂത്തുകളും കാട്ടിക്കൂട്ടുകയും ചെയ്യുന്നത് നമ്മളൊക്കെ കാണുന്നവരും മനസ്സിലാക്കുന്നവരുമാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ദിവസത്തിന്, ആ മുഹറമിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിലാപത്തിന്റെ പേരിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നല്ല കാര്യങ്ങൾക്കും ഒരു പ്രോത്സാഹനവും നൽകാത്തവരാണവർ. എന്തിന്റെ പേരിൽ? ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടല്ലോ എന്നതിന്റെ പേരിൽ. നമ്മുടെ ഇഷ്ടപ്പെട്ട മാതാപിതാക്കൾ മരണപ്പെട്ട ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യോ? അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ മരണപ്പെട്ട ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യോ എന്ന രൂപത്തിലൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ പേരിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലും അല്ലാതെയുമൊക്കെ മുഹറം മാസത്തിൽ പൊതുവായി നഹ്സായിക്കൊണ്ട്, ദുശകുനമായിക്കൊണ്ട് അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പല സംഘടനക്കാരും പല ആദർശത്തിലുള്ളവരും അവരുടെ കലണ്ടറുകളിലൊക്കെ ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സായിക്കൊണ്ടാണ് കാണുന്നത്. ഈ ശീഇകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നുകൂടിയിട്ടുള്ള ഒരു അന്ധവിശ്വാസമാണത്. അങ്ങനെ ഒരാൾ മരണപ്പെട്ടതിന്റെ പേരിൽ കാലാകാലം നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ അതിന്റെ പേരിൽ ഒരു ദുശകുനം നഹ്സ് എന്ന് പറയുന്നത് അത് ശിയാക്കളാണ് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അതിനും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹറം മാസം അള്ളാഹു ആദരിച്ചിട്ടുള്ള മാസമാണ്. 4 മാസമാണ് ഹുർമത്താക്കിയ, പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതിൽ 3 മാസങ്ങൾ തുടർച്ചയായി കൊണ്ടുവരുന്നതാണ്. 11ാമത്തെ മാസം ദുൽഖഅദയും 12ാമത്തെ മാസം ദുൽഹിജ്ജയും 1ാമത്തെ മാസം മുഹറമും. ഇങ്ങനെ 3 മാസം തുടർച്ചയായി വരുന്നതുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഈ മുഹറം അതിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് അള്ളാഹുവിന്റെ മാസമാണ് എന്നാണ്. ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്നാണ് മുഹറം മാസത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ നൽകേണ്ടതുണ്ട്. ഇബാദത്തുകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതിനെ കുറിച്ചുള്ള ജാഗ്രതയും നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ ഈ മാസത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകണമെന്ന് കൂടെ ഉണർത്തുകയാണ്.
ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ചൊവ്വയും ബുധനുമാണ് മുഹറം 9, 10 ദിവസങ്ങൾ. ഈ 2 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രത്യേകം പുണ്യകരമാക്കിയിട്ടുള്ള ഒന്നാണ് മുഹറത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. മുഹറം 10 നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ 2 വർഷത്തെ തെറ്റുകൾക്കുള്ള ആ പ്രായശ്ചിത്തമാണ് മുഹറം 10 നോമ്പ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 2 കൊല്ലത്തെ ചെറുദോഷങ്ങൾക്കുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തമാണ് മുഹറം 10 നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹറം 10 നോമ്പ്, മുഹറം എന്ന് പറയുന്ന മാസത്തെ ജാഹിലിയ കാലഘട്ടം മുതലേ അറബികൾ ആദരിച്ചു പോന്നിരുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ യഹൂദികൾ അവർ മുഹറം മാസത്തെ ആദരിച്ചിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലായിരുന്നു. അതിന്റെ പേരിൽ അവർ മുഹറം മാസത്തെ ആദരിക്കുകയും മുഹറം 10 അവർ നോമ്പെടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അവർ നോമ്പെടുത്തതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? അവര് പറഞ്ഞു, മൂസാ നബിയെ ഫിർഔനിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മാത്രവുമല്ല, യഹൂദികളോട് എതിരാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളിലും നമ്മളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പുരുഷന്മാരോട് മീശ വെട്ടുക, താടി വളർത്തുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഖാലിഫുൽ യഹൂദ്, യഹൂദികളോട് എതിരാവുക എന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലെ പുരുഷന്മാർ മീശ വളർത്തുന്ന, നീട്ടി വളർത്തുന്ന ആളുകളാണ്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് എതിരായിക്കൊണ്ട് വെട്ടിച്ചെറുതാക്കണം, താടി നിങ്ങൾ വളർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തിബാ ചെയ്യുന്നവർ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് എതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി മുഹറം 9 ഞാൻ നോമ്പെടുക്കുമെന്ന്. മുഹറം 10 മുഹറം 9 നോമ്പെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുഹറം 9 10 നോമ്പെടുക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ ഈ നോമ്പ് നമ്മൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകരുത്. നമ്മൾ നോമ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കൊല്ലത്തെ ചെറു കുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ വിധത്തിലുള്ള നന്മകളും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ വിധത്തിലുള്ള തിന്മകളോടും ഞങ്ങൾക്ക് നീ അകലം ഉണ്ടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന നല്ലവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ, പല രൂപത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ നല്ല രൂപത്തിൽ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.